എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കേരളത്തിലെ വനം, വന്യജീവി സങ്കേതങ്ങൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഭാഗത്ത് നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതി 11,309.4754 ചതുരശ്ര കിലോമീറ്റർ. റിസർവ് വനത്തിൻ്റെ വിസ്തൃതി 9176.3016 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വനവിസ്തൃതിയിൽ കേരളത്തിൻ്റെ സ്ഥാനം 14. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനപ്രദേശമെന്ന് ചോദിച്ചാൽ 29.101%. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആർ. മിശ്ര. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ടിഡിച്ച് ബാൻഡിറ്റ്സ്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി. വനമഹോത്സവം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1950. കേരളത്തിൽ വനവത്കരണ പദ്ധതി ആരംഭിച്ചത് 1998. കേരളത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല ഇടുക്കിയാണെങ്കിൽ വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല വയനാട്. വനവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ വയനാട്, പത്തനംതിട്ട. അപ്പോൾ ഒന്നാം സ്ഥാനം ഏതാണ്? ഇടുക്കി. ഒന്നാം സ്ഥാനം ഇടുക്കി, 2ആം സ്ഥാനം വയനാട്, 3ആം സ്ഥാനം പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് നിലവിൽ വന്ന വർഷം 2007. കേരളത്തിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം നിലവിൽ വന്നത് 1997. കേരളത്തിലെ ആകെ വനം ഡിവിഷനുകളുടെ എണ്ണം 36. കേരളത്തിലെ ആദ്യ വനം ഡിവിഷൻ കോന്നി. ഇത് നിലവിൽ വന്നത് 1888 ഒക്ടോബർ 9. കേരളത്തിലെ ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി, പത്തനംതിട്ട. ആദ്യത്തേത് ഏതായിരുന്നു? കോന്നി. അതും പത്തനംതിട്ട ജില്ല തന്നെയാണ്. ആദ്യത്തേത് കോന്നി. ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നി, പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴ. ഉഷ്ണമേഖലാ വനങ്ങളിലെ പ്രധാന വൃക്ഷങ്ങൾ ആഞ്ഞിലി, കമ്പകം. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്നത് മറയൂർ. കേരളത്തിന്റെ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന വൃക്ഷമാണ് തേക്ക്. നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ തേക്ക് പ്ലാന്റേഷൻസ് കാണാറുണ്ടല്ലേ. രണ്ടാമതായി കൃഷി ചെയ്യുന്നതാണ് യൂക്കാലിപ്റ്റസ്. ലോകത്തിലെ ഏറ്റവും പഴയ തേക്കിൻ തോട്ടമാണ് കനോലി പ്ലോട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ. കേന്ദ്ര ഗവൺമെന്റിന്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് കന്നിമരം തേക്ക്. ഇനി നമുക്ക് വനങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. തിരുവിതാംകൂർ വനനിയമം നിലവിൽ വന്നത് 1887. കേരള വനനിയമം 1961. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് 1975. കേരള വനസംരക്ഷണ നിയമം 1980. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം വനശ്രീ. തീരദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം വകുപ്പും ഫിഷറീസും സംയുക്തമായി നടപ്പാക്കിയ പദ്ധതിയാണ് ഹരിത തീരം. ഇത് നിലവിൽ വന്നത് 2007 ജൂൺ 5. കേരളത്തെ ഹരിതാഭമാക്കാൻ സ്കൂൾ തലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് എൻ്റെ മരം. ഇത് നിലവിൽ വന്നത് 2007 ജൂൺ 5.
കേരളത്തെ ഹരിതാഭമാക്കാൻ കോളേജ് തലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. ഇത് നിലവിൽ വന്നത് 2008 ജൂൺ 5. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് വഴിയോരത്തണൽ. ഇത് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത് 2009 ജൂൺ 5. വഴിയോരത്തണൽ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ജയറാം. പ്രകൃതിയെ അറിയാനും ആദരിക്കാനും കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതിയാണ് എൻ്റെ മരം പദ്ധതി. ഇനി നമുക്ക് ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. നീലഗിരി ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം 1986. കേരളത്തിൽ പ്രധാനമായും 2 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നീലഗിരി ബയോസ്ഫിയർ, രണ്ടാമത്തേത് അഗസ്ത്യമല ബയോസ്ഫിയർ. നീലഗിരി ബയോസ്ഫിയർ നിലവിൽ വന്നത് 1986-ലും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത് 2001-ലുമാണ്. കേരള വനം വകുപ്പിന്റെ ആസ്ഥാനം തിരുവനന്തപുരം വഴുതക്കാട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കേരള വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണം ആരണ്യകം. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കേരളയുടെ ആസ്ഥാനം പാലോട്, തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി, തൃശൂർ. ഇനി നമുക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലാകെ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇതിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്റർ. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പെട്ടി. 1934-ൽ നെല്ലിക്കാമ്പെട്ടി എന്ന പേരിൽ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയത് 1950. അതായത് 1950 മുതൽ പെരിയാർ ഒരു വന്യജീവി സങ്കേതമായി മാറി. പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. പെരിയാർ ദേശീയോദ്യാനമായത് 1982. അതായത് 1934-ൽ നെല്ലിക്കാമ്പെട്ടി എന്ന പേരിൽ പെരിയാർ സ്ഥാപിതമായി. അതിനുശേഷം 1950-ൽ അത് വന്യജീവി സങ്കേതമായി. 1978 ടൈഗർ റിസർവായി. 1982 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ച വർഷം 1992. പെരിയാർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം 2012. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ലോകബാങ്ക് ബെക്കർലീപ്പ് എന്ന പേരിൽ ഒരു പഠന പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. ശബരിമല തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. അടുത്തതാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 1958. ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്കുകളാണ് തൃശൂർ, തലപ്പിള്ളി. പീച്ചി വാഴയാനി വന്യജീവി സങ്കേതത്തിന്റെ ആകെ വിസ്തീർണം 125 ചതുരശ്ര കിലോമീറ്റർ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിന്റെ പ്രദേശം ഉൾപ്പെടെ പാലപ്പിള്ളി, നെല്ലിയാമ്പതി വനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വന്യജീവി സങ്കേതം 1958-ൽ സ്ഥാപിതമായി. പീച്ചി വാഴാനി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചാലക്കുടി പുഴ. അടുത്തത് നെയ്യാർ വന്യ
സങ്കേതം നിലവിൽ വന്നത് 1958. പീച്ചി വാഴയാനി 1958, നെയ്യാർ 1958. ഇതിൻ്റെ ആകെ വിസ്തൃതി 128 ചതുരശ്ര കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കാട്ടാക്കട, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് ആയിരുന്നത് മരക്കുന്നം നെയ്യാർ. നിലവിൽ ഇപ്പോൾ അത് സഫാരി പാർക്ക് അല്ല, അവിടെ സിംഹങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇപ്പോൾ സിംഹ സഫാരി പാർക്ക് അല്ല. ഏതു മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചത്? ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്ക് മാതൃകയിൽ. അഗസ്ത്യശൈല താഴ്വര സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി അഗസ്ത്യാർകൂടം. അഗസ്ത്യാർ ക്രൊക്കഡൈൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ. അടുത്തത് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. ഇതിൻ്റെ വിസ്തീർണം 344.44 ചതുരശ്ര കിലോമീറ്റർ. ആസ്ഥാനം സുൽത്താൻ ബത്തേരി. ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്കുകളാണ് സുൽത്താൻ ബത്തേരി, മാനന്തവാടി. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇതിനെ വയനാട് വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതങ്ങളാണ് ബന്ദിപ്പൂർ, മുതുമലൈ. ഇത് ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തിലും മുതുമലൈ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിലുമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. ഇതിൻ്റെ ആസ്ഥാനം തൂണക്കടവ്. ആകെ വിസ്തൃതി 285 ചതുരശ്ര കിലോമീറ്റർ. ഫോറസ്റ്റ് ഡിവിഷൻ സുങ്കം. ഗ്രാമപഞ്ചായത്ത് മുതലമട. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്കുള്ള പ്രവേശന കവാടം തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ മാത്രം. അതായത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ സാധിക്കുന്ന ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗമാണ് കാട്ടുപോത്ത്. കേരളത്തിൽ ചതുപ്പുനിലം കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രമായ വർഷം 2010. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജയറാം രമേശ്. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കാട്ടുപോത്തിന്റെ ശാസ്ത്രീയ നാമം ബാബുലസ് അർണെ. അടുത്തത് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1976. ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളാണ് ആന, കാട്ടുപോത്ത്. ഇത് സ്ഥിതി ചെയ്യുന്ന താലൂക്കുകളാണ് തൊടുപുഴ, ഉടുമ്പൻചോല. കാട്ടുനായകളെ കണ്ടുവരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി അണക്കെട്ടിന്റെ അതായത് ഇടുക്കി റിസർവോയറിന്റെ വൃഷ്ടിപ്രദേശത്തിന് ചുറ്റുമുള്ള വനമേഖലയാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്കായി ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെട്ടിത്തെളിച്ചത് അവിടെയുള്ള വന്യജീവികൾക്ക് കാര്യമായ നാശം വിതച്ചു. ഇതു കണക്കിലെടുത്ത് ചുറ്റുമുള്ള പ്രദേശം സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഇടുക്കി വന്യജീവി സങ്കേതം രൂപീകരിച്ചത്. അടുത്തത് പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. ഇതിന്റെ ആകെ വിസ്തൃതി 53 ചതുരശ്ര കിലോമീറ്റർ. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട്, ജില്ല തിരുവനന്തപുരം.
തിരുവനന്തപുരം ജില്ലയിലെ ഒരു വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരമുള്ള കുന്നായ ചെമ്മുഞ്ഞിമൊട്ടയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കരമന നദിയുടെ വൃഷ്ടിപ്രദേശം ഇതിൽ ഉൾപ്പെടുന്നു. പേപ്പാറ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് തേൻകരടി, സാമ്പാർമാൻ, തൊപ്പിക്കുരങ്ങ്. പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട് വന്യജീവി സങ്കേതമാണ് കളക്കാട് മുണ്ടൈതുറൈ വന്യജീവി സങ്കേതം. അടുത്തത് തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. ആകെ വിസ്തൃതി 25.16 ചതുരശ്ര കിലോമീറ്റർ. തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം, ജില്ല എറണാകുളം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷികളാണ് കോഴിവേഴാമ്പൽ, തീക്കാക്ക, മലബാർ കോഴി. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. പക്ഷി നിരീക്ഷകരുടെ പറുദീസ എന്നറിയപ്പെടുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാടിന്റെ പ്രത്യേകത ആദ്യമായി തിരിച്ചറിഞ്ഞ പക്ഷി നിരീക്ഷകരാണ് സലീം അലി. സലീം അലി പക്ഷി സങ്കേതം എന്നും തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നു. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. ഇതിന്റെ ആകെ വിസ്തൃതി 90.44 ചതുരശ്ര കിലോമീറ്റർ. ചിന്നാർ വന്യജീവി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം താലൂക്ക്, പഞ്ചായത്തുകൾ മറയൂർ, കാന്തള്ളൂർ. ചിന്നാർ വന്യജീവി സങ്കേതങ്ങളോട് ചേർന്നുള്ള തമിഴ്നാടിന്റെ വന്യജീവി സങ്കേതങ്ങളാണ് ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതം, അണ്ണാമലൈ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന അപൂർവ ഇനം ജീവികളാണ് ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ചിന്നാർ. ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം റെറ്റുഫ മക്രോറ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. മറയൂർ ചന്ദനക്കാട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത് ചിമ്മിനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. ഇതിന്റെ ആകെ വിസ്തൃതി 85.07 ചതുരശ്ര കിലോമീറ്റർ. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മുകുന്ദപുരം, ജില്ല തൃശൂർ. ചിമ്മിനി വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള കേരളത്തിലെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് പീച്ചിവാഴാനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന ജീവികളാണ് മലയണ്ണാൻ, ആന, കാട്ടുനായ. അടുത്തത് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. ഇതിന്റെ ആകെ വിസ്തൃതി 55 ചതുരശ്ര കിലോമീറ്റർ. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് തലശ്ശേരി, ജില്ല കണ്ണൂർ. ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രധാന ജീവിയാണ് കേഴമാൻ. ആറളം വന്യജീവി സങ്കേതം നിർമ്മിക്കാൻ സഹായം നൽകിയ രാജ്യമാണ് റഷ്യ. ആറളം ഫാം സ്ഥിതി ചെയ്യുന്നത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അടുത്തത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. ഇതിന്റെ ആകെ വിസ്തൃതി 171 ചതുരശ്ര കിലോമീറ്റർ. ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പത്തനാപുരം, നിലവിൽ പുനലൂരാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കാണപ്പെടുന്ന പ്രധാന പക്ഷി സന്ധ്യമുഴക്കി. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം.
കേരളത്തിലെ രണ്ടാം സൈലന്റ് വാലി എന്നും ഇത് അറിയപ്പെടുന്നു. തേക്കുമരങ്ങൾ കാണപ്പെടാത്ത ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. സൈലന്റ് വാലിക്ക് പുറമെ സിംഹവാലൻ കുരങ്ങുകളെ കണ്ടുവരുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അടുത്തത് മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്നത് 2004. ഇതിന്റെ ആകെ വിസ്തൃതി 0.274 ചതുരശ്ര കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കൊച്ചി, ജില്ല എറണാകുളം. ഏറ്റവും ചെറിയ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വലിയ കടവാവലുകൾ കാണപ്പെടുന്നു. കണ്ടൽ കാടുകളാണ് മംഗളവനം എന്ന പേര് ലഭിക്കാൻ കാരണം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് വലിയ കടവാവലുകൾ. മംഗൾ എന്ന വാക്കിന്റെ അർത്ഥം പോർച്ചുഗീസ് ഭാഷയിൽ കണ്ടൽ എന്നാണ്. കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. അപൂർവ ഇനം ചിലന്തികളെ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. ഇതാണ് മംഗളവനം പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ചിലന്തി. അടുത്തത് കുറിഞ്ഞിമല. കുറിഞ്ഞിമല നിലവിൽ വന്നത് 2006. ഇതിന്റെ ആകെ വിസ്തീർണം 32 ചതുരശ്ര കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം, ജില്ല ഇടുക്കി. ഒരു സസ്യത്തിനു വേണ്ടി നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനമാണ് കുറിഞ്ഞിമല. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞികൾ സാധാരണയായി പൂക്കുന്നത്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞികളാണ് കരിങ്കുറിഞ്ഞികൾ. ഹിന്ദു ദേവനായ മുരുകന്റെ ഇഷ്ടപുഷ്പമാണ് കുറിഞ്ഞിപ്പൂവ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന. നീലക്കുറിഞ്ഞിക്ക് ആ പേര് നൽകിയത് ആൻഡേഴ്സൺ ആൻഡ് ജോർജ് സാന്തം. ഇവര് ബ്രിട്ടീഷുകാരാണ്. കുറിഞ്ഞിമലയെ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച മന്ത്രി ബിനോയ് വിശ്വം. കുറിഞ്ഞിമല സങ്കേതം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകളാണ് കൊട്ടക്കമ്പൂർ, വട്ടവട. അടുത്തത് ചൂലന്നൂർ പക്ഷി സങ്കേതം. ചൂലന്നൂർ പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 2007. ഇതിന്റെ ആകെ വിസ്തൃതി 3.42 ചതുരശ്ര കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആലത്തൂർ, പഞ്ചായത്ത് പെരിങ്ങോട്ട്, കുരിശി. KK നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. മയിലുകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. കുഞ്ചൻ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൂലന്നൂർ പക്ഷി സങ്കേതത്തിലാണ്. അടുത്തത് മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2010. ആകെ വിസ്തൃതി 74.215 ചതുരശ്ര കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കൊയിലാണ്ടി, ആസ്ഥാനം പെരുവണ്ണാമൂഴി. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ റീഡ് തവളകളെ കാണപ്പെടുന്ന സ്ഥലമാണ് കക്കയം. ഉറക്കുഴി വെള്ളച്ചാട്ടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ 16ാമത്തെ വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. അപൂർവ ഇനം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണിത്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് റീഡ് തവള. അടുത്തത് തിരുനെല്ലി വന്യജീവി സങ്കേതം. തിരുനെല്ലി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2015. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മാനന്തവാടി. 17ാമത്തെ വന്യജീവി സങ്കേതമാണ് തിരുനെല്ലി വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് തിരുനെല്ലി വന്യജീവി സങ്കേതം. കേരളത്തിലെ 17ാമത്തെ വന്യജീവി സങ്കേതമാണ് തിരുനെല്ലി വന്യജീവി സങ്കേതം. അടുത്തത് കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 2020. ഇത് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ, മലപ്പുറം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ആകെ വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കരുളായി നെടുങ്കയത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ.
കേരളത്തിൽ കാണുന്ന നിത്യഹരിത വനങ്ങൾ അർദ്ധനിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, ആർദ്രവനം, പുൽമേടുകൾ, ചോലവനങ്ങൾ, മലമുകളിലെ മിതശീതോഷ്ണവനം, ഈറ്റ-മുളം കാടുകൾ എന്നിവ ഒന്നിച്ചു കാണുന്ന ഏക വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. മനുഷ്യസ്പർശം ഏൽക്കാത്ത പ്രദേശങ്ങൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ അധിവസിക്കുന്ന പ്രധാനപ്പെട്ട ജീവികളാണ് പന്നിമൂക്കൻ തവള അതായത് പർപ്പിൾ ഫ്രോഗ്, ചെങ്കണിയാൻ മത്സ്യം, കുറ്റി അല്ലെങ്കിൽ ഡെക്കാൻ മഷീർ, സന്ധ്യാകിളി അല്ലെങ്കിൽ നീൽഗിരി ബ്ലൂ റോബിൻ, നീലക്കിളി പാറ്റപിടിയൻ അല്ലെങ്കിൽ നീൽഗിരി ഫ്ലൈകാച്ചർ, ബുദ്ധമയൂരി ശലഭം അല്ലെങ്കിൽ മലബാർ ബാൻഡ് പീകോക്ക്, വയൽ നായ്ക്കൻ അല്ലെങ്കിൽ ലെസർ അഡ്ജൻ, കിന്നരിപ്രാപരുന്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ബാസ. സംരക്ഷിത വനമേഖലയായ ന്യൂ അമരമ്പലം വനവും വടക്കേക്കോട്ട മലബാറും ഉൾപ്പെടെ 227.97 ചതുരശ്ര കിലോമീറ്റർ ആണ് സങ്കേതത്തിനുള്ളത്. ഏഷ്യയിൽ തന്നെ അവശേഷിക്കുന്ന ഗുഹാവാസികളും അതിപുരാതന ഗോത്രവർഗക്കാരുമായ ചോലനായ്ക്കരുടെ വാസസ്ഥലം നിലനിർത്തി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്കുഭാഗം മുക്കുറുത്തി ദേശീയോദ്യാനവും വടക്കു കിഴക്ക് സൈലന്റ് വാലി ബഫർ സോണുമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം വിസ്തൃതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് 4ാം സ്ഥാനത്താണ്. അന്നേരം കേരളത്തിൽ ചോലനായ്ക്കന്മാർ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് കരിമ്പുഴ എന്ന് പറയാം. താങ്ക് യു.